You are watching Jewel Junction Media. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാൻ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് 2011 ബാച്ചിലെ ഓഫീസറാണ്. ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഡയറക്ടറേറ്റിൽ ഞാനിപ്പോൾ ഡയറക്ടറായി നിലവിൽ സേവനം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാഷണൽ സിവിൽ സർവീസസ് ഡേ കൂടിയാണ്. ഏപ്രിൽ 21. ഓക്കെ, അതുകൊണ്ട് യാദൃശ്ചികം എന്ന് പറയട്ടെ, ആ ദിവസം തന്നെയാണ് ഈ പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചത്. യഥാർത്ഥത്തിൽ സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിവിൽ സർവീസ് ഡേ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. 2006 ആദ്യമായി ഏപ്രിൽ 21 നാഷണൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിച്ചത്. അതിനു മുമ്പും സിവിൽ സർവീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ദിനം ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകത അനുഭവപ്പെട്ടത് 2006. ശരി, ഇവരുടെ മുഖം കണ്ട ആർക്കെങ്കിലും പരിചയമുണ്ടോ? അവിടെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ പേര് ശ്രുതി ശർമ്മ. സമീപകാലത്തായിട്ട് സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. അത് 2023 സിവിൽ സർവീസ് പരീക്ഷയുടേതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ശ്രുതി ശർമ്മ എന്ന ഈ പെൺകുട്ടി. അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിവിൽ സർവീസ് എന്നുള്ള കാര്യത്തിൽ സിവിൽ സർവീസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ തന്നെ പറയട്ടെ, എന്തുകൊണ്ട് സിവിൽ സർവീസ്. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ ശ്രുതി ശർമ്മയ്ക്ക് പകരം ഞാനിപ്പോൾ സംസാരിക്കേണ്ടി വരും. സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി. എല്ലാ ജോലിയിലും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി ഫോർമുലേഷൻ, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആ തലത്തിൽ വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരു 22 വയസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് 22 വയസ്സിൽ IAS-കാരനാവാം, IAS-കാരിയാകാം. അപ്പോൾ ഈ 22 വയസ്സെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുഭവ സമ്പത്തൊന്നും ഉള്ളൊരു പ്രായമല്ല. കോളേജിൽ നിന്ന് ഇറങ്ങി ഒരുപക്ഷെ ഒരു വർഷം തയ്യാറെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു കയറുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റീൽ പില്ലർ എന്ന സർദാർ വല്ലഭായ് പട്ടേൽ വിവരിച്ച സിവിൽ സർവീസിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയുള്ള, ഇത്രയും റെസ്പെക്റ്റ് ലഭിക്കുന്ന വളരെ ചുരുക്കം പ്രൊഫഷനുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, അതിനെപ്പറ്റി ഇവിടെ സംശയമില്ല. പക്ഷേ ഈ ഒരു പ്രൊഫഷനിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണചക്രം തിരിക്കാവുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള ഒരു അപൂർവ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിവിൽ സർവീസസിലൂടെ ലഭിക്കുന്നത്. ഈ ടോപ്പേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഉത്തരം ഇത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ രാജ്യത്തിന് നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെയാണ് രാജ്യത്തിനോടുള്ള സർവീസ്. ഇറ്റ്സ് എ സിവിൽ സർവീസ്. ആ ഒരു മനോഭാവമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഒരു കരിയറായി കൺസിഡർ ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സിവിൽ സർവീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമകളിൽ കാണിക്കുന്നത് പോലെ ഉള്ള IPS-കാരും IAS-കാരും ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള സിവിൽ സർവീസ്. സിനിമയിൽ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ജോലിയും ഉത്തരവാദിത്തങ്ങളും കാണിച്ചാൽ പ്രേക്ഷകർ അത് സ്വീകരിക്കില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർക്കത് രസകരമായിരിക്കില്ല. എന്നിരുന്നാലും സിവിൽ സർവീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എനിക്ക് കുറച്ച് പെൺകുട്ടികളെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വിമൻ കാൻഡിഡേറ്റ്സിനെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. സിവിൽ സർവീസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ പേജിലും താഴെ എഴുതി വയ്ക്കും വിമൻ കാൻഡിഡേറ്റ്സ് ആർ എൻകറേജ് ടു അപ്ലൈ. ഇതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് സ്ത്രീകൾ എത്രത്തോളം അണ്ടർ റെപ്രസെൻറ്റഡ് ആണ് സിവിൽ സർവീസസ്. സിവിൽ സർവീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 25 മുതൽ 30% ഇടയിൽ. അതും ഏറ്റവും കൂടിയ നിരക്കാണ് ഞാൻ പറയുന്നത്.
ചില വർഷങ്ങളിൽ അത് 20%, 25%-ഇടയിലും, ചില വർഷങ്ങളിൽ അത് 27-28% വരെ പോകാറുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ സിവിൽ സർവീസ് എക്സാം എഴുതണം എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു വേറൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ പല എക്സാംസും ക്ലിയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം സിവിൽ സർവീസിന് നിങ്ങൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇനി വേറെ എക്സാമുകൾക്കൊരു പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പ് വേണ്ടി വരുന്നില്ല. നമ്മുടെ ഡിഫൻസ് സംബന്ധമായിട്ടുള്ള എക്സാമുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ ഗ്രാജുവേഷൻ വെച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്ന പ്രത്യേകിച്ചൊരു സ്പെഷ്യലൈസ്ഡ് ഡിഗ്രി ആവശ്യമില്ലാത്ത എക്സാമുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാമുകൾക്കും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വിജയസാധ്യതയും വളരെ കൂടുതൽ തന്നെയായിരിക്കും. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ UP, ബീഹാർ മുതലായ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കേരളത്തിലെ പോലത്തെ ഒരു അവസ്ഥയല്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗവിലൊക്കെ ചെന്നിറങ്ങിയിട്ട് അവിടെയുള്ള സൈക്കിൾ റിക്ഷക്കാരനോട് ചോദിക്കുകയാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് പഠിക്കണമെന്നും ഏതൊക്കെ കോച്ചിങ് സെൻറ്റർ എവിടെയൊക്കെ ഉണ്ടെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വരെ അവർ വരെ നമുക്ക് പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് എന്നുള്ള എക്സാമിനോടുള്ള ക്രേസ് വളരെയധികം കൂടുതലുള്ള 2 സംസ്ഥാനങ്ങളാണ് UPയും ബീഹാറും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം. ചിലർ സിവിൽ സർവീസ് അല്ലാതെ വേറെ ഒരു കരിയറിനും പോകാൻ തയ്യാറാകില്ല. 6, 7, 8, 9 അറ്റംപ്റ്റ് വരെ എഴുതാൻ പറ്റും. 9 അറ്റംപ്റ്റും എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് UPSC ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആകാത്ത കാൻഡിഡേറ്റ്സിൻ്റെ മാർക്ക് വിവരങ്ങൾ UPSC ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന്, അതായത് റിട്ടൺ പരീക്ഷ ക്ലിയർ ചെയ്യാത്ത, അതായത് ഇൻ്റർവ്യൂ ഒരു ഫൈനൽ സെലക്ഷന് വരാത്ത ആളുകൾ, അതായത് റിട്ടൺ ക്ലിയർ ചെയ്യാത്തവരും ഫൈനലി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാത്തവരുമായിട്ടുള്ള ആളുകളുടെ മാർക്സ് UPSC തന്നെ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ വേറെ പല സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതിൽ നിന്ന് ആൾക്കാരെ അവരുടെ എക്സാമുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകളിലേക്ക് എടുക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതുപോലുള്ള സ്ഥലത്തെല്ലാം അവർ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സിനെ UPSC ഇതുപോലെ മാർക്ക് ലിസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് ആർക്കും കാര്യമായൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. സിവിൽ സർവീസ് എക്സാം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ എക്സാം നടത്തുന്നത്. അതുപോലെ തന്നെ സിവിൽ സർവീസസിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് 3 സ്റ്റേജുകളാണ് ഉള്ളത്. സ്റ്റേജുകളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഏതൊക്കെയാണ് സിവിൽ സർവീസസ് എന്ന് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ ഇന്ത്യൻ പോലീസ് സർവീസ്, കുറേ ആളുകൾക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് അറിയാമായിരിക്കും, പിന്നെ കുറച്ച് പേർക്ക് ഇന്ത്യൻ റവന്യൂ സർവീസും അറിയാം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള സർവീസുകൾ. പക്ഷേ സിവിൽ സർവീസ് എക്സാമിൽ ഈ സർവീസുകൾ മാത്രമല്ല ഉള്ളത്. IAS, IPS ഉൾപ്പെടെ 21 സിവിൽ സർവീസുകളിലോട്ടാണ് സിവിൽ സർവീസ് എക്സാമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഏറ്റവും ആളുകൾ പ്രിഫർ ചെയ്യുന്ന സർവീസുകൾക്കാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5-6 സർവീസുകൾ. അതല്ലാതെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, സിവിൽ അക്കൗണ്ട്സ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നതാണ്. പോസ്റ്റൽ സർവീസ്, ഡിഫൻസ് ഉണ്ട്, അതിൽ തന്നെ ഡിഫൻസ് അക്കൗണ്ട്സ്, ഡിഫൻസ് എസ്റ്റേറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉണ്ട്, പോസ്റ്റൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് സർവീസ് ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഉണ്ട്, റവന്യൂ തന്നെ 2 എണ്ണം ഉണ്ട്. റവന്യൂവിൽ നമുക്ക് ഇൻകം ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ് ആണ്, അതുപോലെ കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് GST മുതലായവ. ട്രേഡ് സർവീസ് ഉണ്ട്, റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ കുറച്ച് ഗ്രൂപ്പ് B സർവീസസിലോട്ട് കൂടി സിവിൽ സർവീസ് എക്സാമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, അതുപോലെ ഡൽഹി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, അതിൻ്റെ സിവിൽ സർവീസും ഉണ്ട്, അതിൻ്റെ പോലീസ് സർവീസും ഉണ്ട്. അതുപോലെ പോണ്ടിച്ചേരിയുടെ സിവിൽ സർവീസും ഉണ്ട്, പോണ്ടിച്ചേരിയുടെ പോലീസ് സർവീസും ഉണ്ട്. ഈ സർവീസുകൾക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കയറുന്ന സമയത്ത് ഗ്രൂപ്പ് B ആണ് അവരുടെ ഇതെന്ന് പറയുന്നത്, അവരുടെ ക്ലാസിഫിക്കേഷൻ. പക്ഷേ അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് അവർ ഗ്രൂപ്പ് Aയിലോട്ട് വരുന്നതായിരിക്കും. ഇതാണ് സ്റ്റേജസ് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ അതിൽ മെയിനായിട്ടും പ്രിലിമിനറി ഉണ്ട്. പ്രിലിമിനറി കഴിഞ്ഞാൽ അടുത്തത് മെയിൻ പരീക്ഷയാണ്. മെയിൻ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഇൻ്റർവ്യൂ ആണ്.
ഇൻ്റർവ്യൂവിന് ശേഷം ഫൈനൽ റിസൾട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഫെബ്രുവരി 14 തീയതിയോ മറ്റോ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. 5 മാർച്ച് ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് UPSC ആദ്യം നോട്ടിഫൈ ചെയ്തിരുന്നത് മെയ് 26 തീയതി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ നടക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ജനറൽ ഇലക്ഷൻ നിൽക്കുന്നത് കാരണം പല സംസ്ഥാനങ്ങളിലും പല ഫേസസിലായിട്ട് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ജൂൺ 4 തീയതി റിസൾട്ട് വരികയുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ 16 തീയതിയാണ് ഈ വർഷത്തെ, അതായത് 2024 സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത്. ഷുഡ് ഐ പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ? അപ്പോൾ ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചാലും എല്ലാവരും ആലോചിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ എന്തിനു ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടത്. ബ്രേക്കിംഗ് സം മിത്സ്, അതായത് സിവിൽ സർവീസ് പരീക്ഷയെ ചുറ്റിപ്പറ്റി ആളുകൾക്കുള്ള കുറേ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ആ പരീക്ഷ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമാണ്, ഏറ്റവും ഭുജികളായിട്ടുള്ള ആളുകൾ ക്ലിയർ ചെയ്യുന്നൊരു പരീക്ഷയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ അതിനെ തിരുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ സ്ലൈഡ്. ആദ്യത്തേത് ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ശരിയാണ്, സിവിൽ സർവീസ് എക്സാമിനേഷനിൽ വളരെ അതിസമർത്ഥരായിട്ടുള്ള പലരും സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജു നാരായണ സ്വാമി സാറിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് മുതൽ ഏതൊക്കെ എക്സാം എഴുതിയോ എല്ലാ എക്സാമിനും 1ാം റാങ്ക് വാങ്ങിച്ച വ്യക്തിയാണ്. ശരിയാണ്, അങ്ങനെയുള്ള വ്യക്തികളും സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യാത്തവരുമുണ്ട്. ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് പറയുന്നത്, ഇതിനൊരു വളരെ ആവറേജ് അല്ലെങ്കിൽ പരമാവധി എബവ് ആവറേജ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് മാത്രം മതി. കാരണം ഇതിന് വേണ്ടതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കട്ട ബുജി അല്ലെങ്കിൽ ഒരു എല്ലാ പരീക്ഷയ്ക്കും 1ാം റാങ്ക് മാത്രം വാങ്ങി പുസ്തക പുഴു, ഇതൊന്നും അല്ല ഇതിന് വേണ്ടത്. നിങ്ങൾക്കൊരു ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാം എഴുതണം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം ലിംഗ്വിസ്റ്റിക് സ്കിൽസ്. അത് പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പലരും സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് എഴുതും. അപ്പം നമുക്ക് തോന്നാം നന്നായിട്ട് എഴുതാനും നന്നായിട്ട് സംസാരിക്കാനും പറ്റിയാൽ മാത്രമേ ഈ എക്സാം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതും ഒരു തെറ്റിദ്ധാരണയാണ്. അതിൽ നന്നായിട്ട് എഴുതി നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് നല്ലതാണ്. നിങ്ങൾക്കത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഇതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് വേണ്ടത് ഒരു ബേസിക് ലാംഗ്വേജ് നമുക്ക് വേണം. അതായത് തെറ്റില്ലാതെ ഇംഗ്ലീഷിൽ എഴുതാനുള്ളൊരു സ്കിൽ അതെന്തായാലും വേണം. അതിപ്പം വളരെ ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എഴുതുന്നത് പോലെ എഴുതാനുള്ള കഴിവോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണോ എക്സാമിനറോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തെറ്റില്ലാതെ അത് വളരെ സ്പഷ്ടമായിട്ട് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമാണ് ലിംഗ്വിസ്റ്റിക് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കാനുള്ള സ്കില്ല്. കാരണം ഈ സംസാരിക്കാനുള്ള സ്കില്ല് ഇൻ്റർവ്യൂവിൻ്റെ ലെവലിൽ നമുക്ക് എന്തായാലും വേണ്ടി വരും. പ്രിലിമിനറിയും മെയിനും റിട്ടൺ ആണ്, അപ്പോൾ അവിടെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ നമ്മളൊരു ബോർഡിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിലും സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് തെറ്റില്ലാതെ കാര്യങ്ങൾ വളരെ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നും ഒരു വലിയൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് നല്ല ലാംഗ്വേജും അതുപോലെ നല്ല എഴുത്തും വായനയും സംസാരശേഷിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒരു ആവറേജ് എബോവ് ആവറേജ് ലെവലിൽ അപ്പുറത്തോട്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടാൻ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം അവേഴ്സ് ഓഫ് സ്റ്റഡി. ചില ടോപ്പേഴ്സ് പറയും 18 മണിക്കൂർ പഠിക്കണം, ചിലർ പറയും 16 മണിക്കൂർ പഠിക്കണം. ആരും ഒരു 10 മണിക്കൂറിൽ താഴെ പറയുന്നത് നമ്മൾ കാണാറില്ല. യഥാർത്ഥത്തിൽ 18 മണിക്കൂറോ 16 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും അല്ല ഇവിടെ വിഷയം. അത് എല്ലാ പരീക്ഷകൾക്കും ഒന്നുപോലെ നമ്മൾ വളരെ ക്വാളിറ്റി ആയിട്ട് പഠിക്കുന്ന എത്ര മണിക്കൂറായാലും അത് നല്ലത് തന്നെയാണ്.
18 മണിക്കൂർ പഠിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ MBBS ഒക്കെ പഠിക്കുന്നവരായിരിക്കണം. MBBSലൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചു തീർക്കാനുള്ളൊരു കപ്പാസിറ്റി ഡോക്ടേഴ്സിന് അവരുടെ ഗ്രാജുവേഷനിൽ തന്നെ കിട്ടുന്നുണ്ട്. 18 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. പഠിക്കുന്ന സമയം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ, അതിപ്പോൾ 8 മണിക്കൂറെങ്കിൽ 8 മണിക്കൂർ, 10 മണിക്കൂറെങ്കിൽ 10 മണിക്കൂർ, നിങ്ങളെ കൊണ്ട് കൂടുതൽ സമയം പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഏകദേശം ഒരു 8 മുതൽ 10 മണിക്കൂർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഒരു ദിവസത്തിൽ. അതായത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇതിന് വേണ്ടി ഡിവോട്ടഡായി പഠിക്കുന്നു എന്നുള്ളൊരു ആളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഉള്ളവരുടെ കാര്യമല്ല. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ വളരെ ഡിവോട്ടഡ് ആയിട്ടൊന്ന് പഠിക്കാമെങ്കിൽ അത് തന്നെ ധാരാളം. അവസാനത്തത് ക്യാച്ച് ദം യങ്. യഥാർത്ഥത്തിൽ ചില ആൾക്കാർ സിവിൽ സർവീസ് എക്സാം കിട്ടിക്കഴിയുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് സിവിൽ സർവീസസിലോട്ട് വന്നു? അപ്പോൾ ചിലരുടെ മറുപടി എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ്. ശരിയാണ്, ചെറുപ്പം മുതലുള്ള ആഗ്രഹമുള്ളവരുണ്ട്. കാരണം എല്ലാവർക്കും ഒരേപോലുള്ള എക്സ്പോഷറല്ല കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റും ആരെങ്കിലും ഈ പരീക്ഷയിൽ വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇതിനെപ്പറ്റി അറിയുന്നു, ഇതിനെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നാച്ചുറലി ചെറിയൊരു പ്രായം മുതൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കിട്ടും. പക്ഷേ ചെറുപ്പം മുതൽ ഇതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഏകദേശം 1-2 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. പഴയ കാര്യങ്ങൾ ചോദിക്കില്ല എന്നല്ല, പഴയ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷേ കറൻ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ പരീക്ഷയിൽ കൂടുതൽ പ്രാധാന്യം. കാരണം 10 വർഷം മുമ്പ് നടന്ന കാര്യം ചിലപ്പോൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പ്രൊവൈഡഡ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത്. അതുകൊണ്ട് വളരെ ചെറിയ പ്രായം മുതൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമൊന്നുമല്ല. എന്ന് വെച്ച് ഒന്നും ചെയ്യാതിരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, എന്ത് ചെയ്യണം എന്നുള്ളത് തുടർന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയിൽ എഴുതാനായിട്ട് മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു കാരണം പലർക്കും ഉള്ളത് ഒരു സെൽഫ് ഡൗട്ടാണ്, എന്നെ കൊണ്ട് പറ്റുമോ. അപ്പം അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടത്. ഒന്നാമത്തെ കാര്യം, ആം ഐ വില്ലിങ് ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഭരണഘടനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിവിൽ സർവൻറ്റിൻ്റെയും ബൈബിൾ എന്ന് പറയുന്നത്. ഭരണഘടനയെ അപ്ഹോൾഡ് ചെയ്യുക, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക, ഭരണഘടന ഏത് തരത്തിലുള്ളൊരു രാജ്യത്തെയാണ് സൃഷ്ടിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവിടോട്ട് ഈ രാജ്യത്തെ കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ സർവൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യം എന്താണ്? ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലേ? അപ്പോൾ മറ്റുള്ള ആൾക്കാരോട് ഒരു കരുണ വേണം, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ചുറ്റുമുള്ള മനുഷ്യർ പലതരത്തിലുള്ളതാകാം, അവർ സാമ്പത്തികമായും അല്ലാതെയും പല കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കുന്നവരാകാം. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കാരണം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് കടന്നു വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. Please subscribe Jewel Junction Media.